ഉക്രൈൻ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് റഷ്യയുമായിട്ടുള്ള യുദ്ധം അത് അവസാനിപ്പിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ അവസാനിപ്പിക്കുന്ന സമയത്ത് എന്താണ് ഇവർ ഈ റഷ്യ പിടിച്ചെടുത്തിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങൾ വിട്ടുതരണം. അതോടൊപ്പം തന്നെ ഇവർ വെച്ചിട്ടുള്ള ഒരു വലിയ നിബന്ധന എന്ന് പറയുന്നത് നാറ്റോയിൽ അംഗത്വവും വേണം എന്നുള്ളതാണ്. ഈ നാറ്റോ അംഗത്വം എടുക്കുന്നതിനെ ചൊല്ലി തന്നെയാണ് യുദ്ധം തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ഒരു പരിഹാരം ഇപ്പം ഈ സെലൻസ്കിയും അതുപോലെ തന്നെ ഈ വ്ളാദിമിർ പുടിനുമായിട്ടൊക്കെ ചർച്ചയൊക്കെ ചെയ്തത് അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഇപ്പോൾ ഏതാണ്ട് റഷ്യ ഉക്രൈനും തമ്മിൽ യുദ്ധം തുടങ്ങിയിട്ട് 1000 ദിവസങ്ങൾ പിന്നിട്ടു. അപ്പോൾ ഇരു രാജ്യങ്ങളും യുദ്ധം അവസാനിപ്പിക്കണം എന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. മാത്രമല്ല ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റ് പദവിയിൽ എത്തുന്നതോടെ, അധികാരം ഏറ്റെടുക്കുന്നതോടെ ഈ യുദ്ധത്തിനൊരു പരിഹാരം കാണുമെന്ന് സെലൻസ്കിയും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഉക്രൈൻ ആയുധവും പണവും ഒക്കെ നൽകുന്നത് അമേരിക്കയാണ്. അപ്പോൾ ജോ ബൈഡൻ എടുക്കുന്ന പോലൊരു നിലപാട് ഡൊണാൾഡ് ട്രംപിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല എന്ന് സെലൻസ്കി കൃത്യമായിട്ട് തിരിച്ചറിയുന്നുണ്ട്. മാത്രമല്ല റഷ്യൻ പ്രസിഡന്റ് പുടിനും ഡൊണാൾഡ് ട്രംപുമായിട്ട് കുറച്ച് ബന്ധങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, യുദ്ധം ഞങ്ങൾ അവസാനിപ്പിക്കാം, ഇപ്പോൾ ഞങ്ങളുടെ ഉക്രൈൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശങ്ങൾ സംരക്ഷിക്കണം, ഒപ്പം റഷ്യ പിടിച്ചെടുത്ത പ്രദേശങ്ങളുണ്ടല്ലോ അതിപ്പം വേണമെന്നൊന്നും ഞങ്ങൾ പറയുന്നില്ല, ഞങ്ങൾക്ക് അത് നയതന്ത്രപരമായി ചർച്ചകളൊക്കെ നടത്തി വീണ്ടെടുക്കാം, ഇതാണ് സെലൻസ്കി പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുദ്ധത്തിൻ്റെ തീവ്രഘട്ടം അവസാനിക്കും സെലൻസ്കി പറയാണ്. അപ്പോൾ സെലൻസ്കിയാണ് ഇതിന് യോജിക്കുന്നതെന്ന് നമുക്ക് തോന്നും. അല്ല, സത്യത്തിൽ പുടിനാണ് ഇത് പറയേണ്ടിയിരുന്നത്. അപ്പോൾ ഇവിടെ സെലൻസ്കി മറ്റൊരാവശ്യം ഉന്നയിക്കുന്നുണ്ട്, ഞങ്ങളെ നാറ്റോയിൽ സ്ഥിര അംഗമായിട്ട് എടുക്കണം. അപ്പം പുടിൻ ഈ യുദ്ധം തുടങ്ങിയത് തന്നെ ഇവർ നാറ്റോയിൽ ചേരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം ഞങ്ങളെ സ്ഥിരാംഗമായി എടുക്കണമെന്ന് മാത്രമല്ല, പ്രതിരോധ നടപടി അനുച്ഛേദം 5 പ്രകാരം ഭൂപ്രദേശം സംരക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം വെക്കുന്നുണ്ട്. മാത്രമല്ല ഭാവിയിൽ റഷ്യയുടെ ഭാഗത്തുനിന്ന് ആക്രമണമൊന്നും ഉണ്ടാകരുത്, ഇതാണ് ഉക്രൈൻ മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അപ്പം ഈ ഡൊണാൾഡ് ട്രംപ് വന്നാൽ ഒരു കാരണവശാലും നാറ്റോയിൽ ഇവർക്ക് അംഗത്വം കൊടുക്കില്ല. അപ്പോൾ ട്രംപ് അധികാരം ഏൽക്കുന്നതിന് മുമ്പ് ഈ പ്രശ്നം ഒന്ന് തീർക്കാൻ പറ്റുമോ എന്നാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. നിലവിൽ സെലൻസ്കി നേരിടുന്ന പ്രശ്നം ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്തെ ജനങ്ങൾ അദ്ദേഹത്തിനെതിരായി. ഏതാണ്ട് 10,000-ഓളം പട്ടാളക്കാരാണ് ഉക്രൈന് നഷ്ടമായിരിക്കുന്നത്. ഇത്രയും പേർ നഷ്ടമായെന്ന് മാത്രമല്ല അവരുടെ സാമ്പത്തിക നില ഏതാണ്ട് തകർന്നുകൊണ്ടിരിക്കുന്നു. സൈനിക ഉപകരണങ്ങളെല്ലാം തീർന്നു. ഇനി ഈ സൈനികോപകരണങ്ങൾ വരേണ്ടത് അമേരിക്കയിലാണ്. അപ്പോൾ ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടിട്ട് ഈ പ്രശ്നം തീർക്കാൻ ശ്രമിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ റഷ്യ പിടിച്ചെടുത്ത കുറേ പ്രദേശങ്ങളുണ്ട്. ഇപ്പം 2014 മുതൽ ക്രീമിയ എന്ന് പറയുന്ന പ്രദേശം പിടിച്ചെടുത്തു. ഇതിൻ്റെ പ്രത്യേകത അത് റഷ്യൻ സംസ്കാരവുമായി യോജിച്ച് നിൽക്കുന്ന, റഷ്യൻ ഭാഷ സംസാരിക്കുന്ന കുറേ ആളുകളൊക്കെ ഉള്ള സ്ഥലം. അപ്പോൾ ഈ സ്ഥലം ഉൾപ്പെടെ പിടിച്ചെടുത്ത ഈ പ്രദേശങ്ങളൊന്നും വിട്ടുകൊടുക്കില്ല എന്ന് റഷ്യ കട്ടായം പറയുന്നുണ്ട്. അപ്പോൾ തൽക്കാലം എവിടെയാണോ റഷ്യ നിൽക്കുന്നത് അവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഉക്രൈൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ വെച്ച് യുദ്ധം അവസാനിപ്പിക്കുക, ഇതാണ് ട്രംപ് നേരത്തെ മുന്നോട്ട് വെച്ച ഒരു ഫോർമുല. എന്നിട്ട് അവിടെ ഒരു നോ വാർ ഫ്രീ സോൺ, അങ്ങനെ അതായത് യുദ്ധമൊന്നുമില്ലാത്ത ഒരു ഫ്രീ സോൺ സൃഷ്ടിക്കുക, ഇതൊക്കെയായിരുന്നു ട്രംപ് മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ സെലൻസ്കി അതിനോട് യോജിച്ചേ പറ്റൂ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്നറിയാം, ഈ റഷ്യ പിടിച്ചെടുത്ത കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇപ്പോൾ ഡൊണറ്റ്സ്ക്, ലുഹാൻസ്ക്, ഹെർസോൺ, സവോറിഷ്യ എന്നിവ റഷ്യയുടെ അധീനതയിലാണ്. എന്ന് പറഞ്ഞാൽ ക്രീമി ഉൾപ്പെടെ ഉക്രൈൻ്റെ 18% സ്ഥലങ്ങൾ ഇപ്പോൾ റഷ്യയുടെ അധീനതയിലാണ്. ഇതൊന്നും ഞങ്ങൾ വിട്ടുതരില്ല. അപ്പോൾ സെലൻസ്കിക്ക് അതിന് വഴങ്ങേണ്ടി വരും. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാലോ, ഡീപ് സ്റ്റേറ്റും ജോ ബൈഡനും ചേർന്ന് ഈ ട്രംപ് വിജയിച്ചതിന് ശേഷം ഈ സെലൻസ്കിക്ക് അല്ലെങ്കിൽ ഉക്രൈന് കുറച്ച് ആയുധങ്ങൾ കൊടുത്തു. അതായത് ദീർഘദൂര മിസൈലുകളൊക്കെ റഷ്യയിൽ ഉപയോഗിക്കാൻ അനുമതി കൊടുത്തു. ഇത് ശരിക്കും ഒരു ചൊറിച്ചിലാണ്. കാരണം എന്താ പറയുക, ഈ ദീർഘദൂര മിസൈലുകളൊക്കെ കിട്ടുമ്പോൾ ഉക്രൈൻ വിചാരിച്ചു ഇനി ഞങ്ങളെ പൂർണ്ണമായിട്ടും അമേരിക്ക സഹായിക്കാൻ വരികയാണ്, നമുക്ക് അടിച്ച് തീർക്കാൻ തുടങ്ങും. ഒറ്റ ദിവസം 6 മിസൈലാണ് ഈ ഉക്രൈൻ വിട്ടത്. തിരിച്ച് ഒരൊറ്റ മിസൈലേ ഈ റഷ്യ വിട്ടുള്ളൂ. അല്ല, ഇൻ്റർ കോണ്ടിനെൻ്റൽ ബാലിസ്റ്റിക് മിസൈലാണ്. അതായത് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ. ഒരു രാജ്യത്തിന് നേരെ അത് പ്രയോഗിക്കുന്ന വളരെ അപൂർവമാണ്. റഷ്യയാണ് അത് പ്രയോഗിച്ചത്. എന്നിട്ട് അതിൻ്റെ പോർമുനയിൽ ആണവായുധം വേണം ഉപയോഗിക്കാം. 6 പോർമുനകളുണ്ട്. പക്ഷേ ആണവായുധം ഉപയോഗിച്ചില്ല. ജൈവായുധം ഉപയോഗിക്കാം, രാസായുധം ഉപയോഗിക്കാം. ഇതൊന്നും റഷ്യ ഉപയോഗിച്ചില്ല. ഇതൊരു ടെസ്റ്റ് ഡോസായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഈ സാധനമുണ്ട്, കൂടുതൽ കളിച്ചാൽ ഒറ്റ ദിവസം കൊണ്ട് തീർക്കും എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. കൂടാതെ ഈ നോർത്ത് കൊറിയയിൽ നിന്ന് കുറച്ച് ഭടന്മാർ, അതായത് ആർമി ഈ റഷ്യയിലേക്ക് വന്നിരുന്നു. 50,000-ഓളം സൈനികരാണ് വന്നത്. അപ്പോൾ അവർ വന്നപ്പോൾ ആദ്യം പറഞ്ഞത് ഈ കൊറിയയിൽ നിന്ന് കുറച്ച് ആയുധങ്ങളൊക്കെ ഇവിടെ എത്തിച്ചിരുന്നു, അത് ഓപ്പറേറ്റ് ചെയ്യാനും അതിൻ്റെ മെയിൻ്റനൻസിനും ഒക്കെയാണെന്നാണ് പറഞ്ഞത്. പിന്നീട് അവർ യുദ്ധമുഖത്തേക്ക് വരുമെന്ന് മനസ്സിലായി. അപ്പോൾ സെലൻസ്കിക്ക് യാതൊരു രക്ഷയുമില്ല. അപ്പോൾ നാറ്റോയിൽ ഒരു അംഗത്വം നേടിയിരുന്നുവെങ്കിൽ നാറ്റോയിലെ രാജ്യങ്ങളൊക്കെ ഇവർക്ക് പിന്തുണ നൽകിയേനെ. നിലവിൽ അമേരിക്ക മാത്രമാണ് പണവും ആയുധവും നൽകുന്നത്. ഈ നാറ്റോ രാജ്യങ്ങളെ സഹായിക്കാൻ കൂടെയുണ്ടെന്നൊക്കെ ഉള്ള പറച്ചിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ അമേരിക്കൻ പ്രസിഡന്റായി വരുന്ന ട്രംപ് പറഞ്ഞിരുന്നു ഇനി നാറ്റോ രാജ്യങ്ങൾക്ക് വേണ്ടി അമേരിക്കയിലെ ജനങ്ങളുടെ ടാക്സ് ഉപയോഗിക്കില്ല.
മാത്രവുമല്ല ഈ യുക്രൈൻ അങ്ങോട്ട് സഹായം ചെയ്തു കൊടുത്താൽ പകരം ഇങ്ങോട്ട് സാമ്പത്തികം വേണം, അതായത് ആയുധങ്ങൾ തരാം, അല്ലെങ്കിൽ കുറച്ച് ഹെലികോപ്റ്റർ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ വിട്ടു നൽകാം, യുദ്ധവിമാനങ്ങൾ നൽകാം, പക്ഷെ പണം വേണം. ഇത് കൊടുക്കാൻ സെലൻസ്കിയുടെ കയ്യിലില്ല. അപ്പം ആ അവസ്ഥ വളരെ ദയനീയമാണ്. അപ്പോൾ സെലൻസ്കിക്ക് ഈ പ്രശ്നം എങ്ങനെയെങ്കിലും പരിഹരിച്ചാൽ മതി എന്നുണ്ടായി. നിലവിൽ ഉക്രൈൻ്റെ 5-1 ഭാഗം റഷ്യയുടെ കയ്യിലാണ്. അപ്പോൾ റഷ്യ ഈ പ്രദേശങ്ങളൊന്നും വിട്ടുകൊടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പം ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധം നിർത്താനുള്ള ഫോർമുലയുമായിട്ട് വരുമ്പോൾ റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളെല്ലാം റഷ്യയുടെ കയ്യിലും ഉക്രൈൻ്റെ കയ്യിൽ നിലവിലുള്ള സ്ഥലങ്ങൾ ഉക്രൈൻ്റെ കയ്യിലും എന്ന നിലയിൽ പ്രശ്നം പരിഹരിക്കേണ്ടി വരും. രണ്ട് രാജ്യങ്ങളുടെയും സാമ്പത്തിക നിലയിൽ വലിയ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. യുദ്ധം 1000 ദിവസം പിന്നിട്ടു. രണ്ട് ഭാഗത്തും സൈനികരുടെ നഷ്ടമുണ്ടായിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഉണ്ടായത് ഉക്രൈനാണ്. കാരണം ഉക്രൈൻ താരതമ്യേന ഒരു ചെറിയ രാജ്യമാണ്. മാത്രമല്ല ഉക്രൈൻ്റെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമുണ്ട്, കുപ്യാൻസ്ക് എന്നാണ് പറയുന്നത്. ഈ കുപ്യാൻസ്ക് എന്ന് പറയുന്നത് അവരുടെ ട്രേഡുമായി ബന്ധപ്പെട്ട പ്രധാന കേന്ദ്രമാണ്. ഇവിടം വഴിയാണ് കയറ്റുമതി, ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഇതെല്ലാം നടക്കുന്നത്. അതുപോലെ പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനും അവിടെയാണുള്ളത്. ഈ സ്ഥലം റഷ്യ പിടിച്ചെടുത്തു. ഇത് ഉക്രൈനും വലിയ തിരിച്ചടിയാണ്. അപ്പോൾ അവരുടെ കയറ്റുമതി, ട്രേഡ് ഇതിനെയൊക്കെ ബാധിക്കുന്ന രീതിയിലാണ്. ഇതൊക്കെ വിട്ടുകൊടുക്കുമെന്നുള്ള കാര്യം ഇപ്പോഴും റഷ്യ പറയുന്നില്ല. അപ്പോൾ റഷ്യയുടെ അടുത്ത് ഒരു ഒത്തുതീർപ്പിന് ഈ ട്രംപ് വരുമ്പോൾ പുട്ടിനും ട്രംപും തമ്മിലുള്ള ഇരിപ്പുവശം വെച്ചിട്ട് അത് ഒരിക്കലും സെലൻസ്കിക്ക് അനുകൂലമാവില്ല. അപ്പോൾ റഷ്യക്കായിരിക്കും ഇതിൻ്റെ ഗുണം എന്തായാലും ഉണ്ടാവുക. മാത്രവുമല്ല ബൈഡൻ്റെ നിലപാടുകളെ എതിർക്കാൻ ഈ സെലൻസ്കി മുന്നോട്ട് വന്നാൽ നാറ്റോ രാജ്യങ്ങൾ മുഴുവൻ ഈ ഉക്രൈനെതിരായിട്ട് വരും. അപ്പോൾ ഒരു പക്ഷേ റഷ്യക്ക് ഒറ്റയടിക്ക് ഇതിനെ മുഴുവൻ കീഴടക്കാൻ കഴിയും. അപ്പോൾ റഷ്യ അങ്ങനെ ചെയ്യുമോ അതോ ഈ പറയുന്ന ഉക്രൈനെ അതുപോലെ തന്നെ നിലനിർത്തുമോ എന്ന കാര്യത്തിലാണ് ചില സംശയങ്ങളുള്ളത്. മാത്രവുമല്ല ഈ പല സാധനങ്ങൾക്കും ഈ താരിഫ് കൂട്ടാനായിട്ട് അമേരിക്ക ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ചില രാജ്യങ്ങളെ ഒതുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കാനഡയ്ക്കെതിരെ, മെക്സിക്കോയ്ക്കെതിരെ, ചൈനയ്ക്കെതിരെയൊക്കെ 25% താരിഫ് വർദ്ധിപ്പിക്കുന്നു. ഇതിൽ ചൈനയുടെ ചില പ്രൊഡക്റ്റുകൾക്ക് 100% വരെ താരിഫ് വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ ചൈനയെ തകർക്കാനാ എന്ന് പറയുന്നത് പോലെ ഇത്രയും കാലം സംരക്ഷിച്ചുകൊണ്ടിരുന്ന അമേരിക്ക ഏതാണ്ട് ഉക്രൈനെ കൈവിട്ട അവസ്ഥയിലാണ്. അപ്പോൾ ജോ ബൈഡനും ഡീപ് സ്റ്റേറ്റും മാത്രമായിരുന്നു ഇത്രയും കാലം ഉക്രൈന് സഹായമായിട്ട് നിന്നത്. അത് പോകുന്നതോടുകൂടി ഇതെല്ലാം പോവുകയാണ്, മാറും. അതെ അതെ, ഇപ്പോൾ പുതിയ പ്രസിഡന്റ് വരികയല്ലേ. അപ്പോൾ ട്രംപിൻ്റെ ഒരു നിലപാടൊന്നും ആലോചിച്ച് നോക്കിയേ. ട്രംപിന് അല്ലെങ്കിൽ തന്നെ നാറ്റോയുടെ ഒരു താല്പര്യമില്ല. അതെ, ട്രംപിന് താല്പര്യമില്ലെന്ന് മാത്രവുമല്ല ഈ നാറ്റോ സഖ്യം ഇനി പുരോഗമിച്ച് അല്ലെങ്കിൽ വിപുലപ്പെടുത്തിക്കൊണ്ട് പോകണ്ടെന്ന് പറയുന്നുണ്ട്. കാരണം എന്താ പറയുക, ഈ നാറ്റോ സഖ്യം എന്ന് പറയുന്നത് രൂപീകരിക്കുന്നത് USSR എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭീഷണിക്കെതിരെയാണ്. USSR റഷ്യ വന്നു. മാത്രമല്ല ആ പ്രതിരോധ സംവിധാനത്തിന് ഓരോ രാജ്യവും അവരുടെ GDPയുടെ 2% പ്രതിരോധ ആവശ്യങ്ങൾക്കായി നീക്കി വെക്കണം. നാറ്റോയിൽ ഒരു രാജ്യം പോലും അത് ചെയ്യുന്നില്ല. കൃത്യമായി ചെയ്യുന്നത് അമേരിക്കയാണ്. അപ്പോൾ ഏതെങ്കിലും രാജ്യത്തിന് പ്രശ്നമുണ്ടായാൽ അമേരിക്ക പണം കൊടുക്കണം, ആയുധം കൊടുക്കണം, സൈനിക സഹായം കൊടുക്കണം. ഇത് അമേരിക്കൻ ജനത കൊടുക്കുന്ന ടാക്സ് ഉപയോഗിച്ചിട്ടാണ്. ഞങ്ങൾ എന്തിനാണ് അത് ചെയ്യുന്നത്? അതായത് അന്ന് അത് ആവശ്യം ഉണ്ടായിരുന്നു. അതെ. പക്ഷേ ഇന്ന് അമേരിക്ക മാത്രം ഇതിന് മുൻകൈ എടുത്ത് പോവുക, അമേരിക്ക മാത്രം ഇതിന് സാമ്പത്തികം കൊടുക്കുക എന്നുള്ള രീതിയിൽ പോകേണ്ട ഒരു കാര്യവും ഇല്ല എന്ന് അമേരിക്ക മനസ്സിലാക്കുന്നു. അതെ, അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്തിട്ട് അമേരിക്കയ്ക്ക് എന്താ ഗുണം? ഒരു ഗുണമില്ല. എന്തെങ്കിലും ഒരു നേട്ടം വേണ്ടേ? കാരണം ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ ഒരു കച്ചവടക്കാരനാണ്, ട്രേഡ്മാനാണ്. അപ്പോൾ അദ്ദേഹത്തിന് അറിയാം അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇങ്ങോട്ടും എന്തെങ്കിലും നേട്ടം വേണം. അപ്പോൾ ഒരു നേട്ടവും ഇല്ല, അതിന് ഞങ്ങൾ സഹായിക്കില്ല. അപ്പോൾ ഇവിടെ സെലൻസ്കി ആകെ പെട്ടുപോയി. കാരണം നാറ്റോയിലോട്ട് അംഗത്വം കിട്ടിയില്ല, അതിൻ്റെ സംരക്ഷണം ലഭിക്കുകയില്ല. റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളൊക്കെ അവരുടെ ഭാഗത്ത് എന്ന് ഈ ട്രംപിൻ്റെ മീഡിയ ഒരു മധ്യസ്ഥതയിൽ പ്രശ്നം പരിഹരിച്ചാൽ സെലൻസ്കിക്ക് എന്താ നേട്ടം? അപ്പോൾ സെലൻസ്കി രാഷ്ട്രീയപരമായി ജനങ്ങളുടെ മുമ്പിൽ ഒക്കെ ഒറ്റപ്പെടും. സെലൻസ്കിക്കെതിരായ വികാരം വളരെ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട്. ഇത്രയും ആർമി സൈനിക ഉദ്യോഗസ്ഥരെ കൊന്നിട്ട് എന്ത് നേടി? മാത്രമല്ല ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുതിയ ആളുകളെ റിക്രൂട്ട് ചെയ്തു. ഈ റിക്രൂട്ട് ചെയ്ത ആൾക്കാരൊന്നും യുദ്ധമുഖത്തേക്ക് പോകാൻ താല്പര്യമില്ല. നേരത്തെ 21, 22, 25 വയസ്സുള്ളവരെ ആയിരുന്നു മിനിമം എടുത്തിരുന്നത്. ഇപ്പോൾ 18 വയസ്സ് മുതൽ ആർക്കും ആർമിയിൽ ചേരാം എന്ന് പറഞ്ഞാൽ ഉക്രൈൻ നിർബന്ധിതമായി ജനങ്ങളെ അല്ലെങ്കിൽ യുവാക്കളെ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിലവിൽ യുദ്ധമുഖത്തുള്ള 25,000-ഓളം സൈനികർ അവധിയെടുത്ത് നാട്ടിലേക്ക് പോയി. ഈ അവധിയെടുത്ത് ആരോട് ചോദിച്ചിട്ടെന്ന് പറഞ്ഞാൽ അറിയില്ല. അവരുടെ തലപ്പത്തുള്ള ബ്രിഗേഡിയറുടെ അടുത്തോ ജനറലിൻ്റെ അടുത്തൊക്കെ ചോദിക്കുമ്പോൾ ആ ജനറലും ബ്രിഗേഡിയറും അവധിയെടുത്ത് പോയിരിക്കുകയാണ്. അപ്പോൾ ഈ ആർമി മൊത്തം ഏതാണ്ട് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥയിലെത്തി. കാരണം എന്താ പറയുക, നിരവധി പേരാണ് ഓരോ ദിവസം കൊല്ലപ്പെടുന്നത്, നിരവധി പേർക്ക് പരിക്കേറ്റു. ഇവരെ ഒന്നും സംരക്ഷിക്കാനുള്ള സാമ്പത്തികം ഇനി ഉക്രൈൻ ഉണ്ടാകില്ല. അപ്പോൾ സെലൻസ്കി എന്ന് പറയുന്ന ഈ രാഷ്ട്രത്തലവൻ
ഏതാണ്ട് പരാജയമാണെന്ന് സമ്മതിക്കേണ്ടി വരുന്നു. മാത്രമല്ല പുട്ടിൻ്റെ അടുത്ത് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ലോകത്തെ തന്നെ ഏറ്റവും അത്യന്താധുനിക ആയുധങ്ങളൊക്കെ ഈ പുട്ടിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഈ പുട്ടിന് അതെടുത്ത് പ്രയോഗിക്കാതിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു പക്ഷേ അമേരിക്കയുടെ ഒരു സമ്മർദ്ദം ഉള്ളത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അതൊരു മൂന്നാം ലോക മഹായുദ്ധമായിട്ട് വികസിക്കും. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകരുത്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകണം. ഇത് തന്നെയാണ് പുടിൻ മുന്നോട്ട് വെക്കുന്ന ആശയം. ഇതിനോട് ട്രംപ് യോജിക്കുകയും കൂടെ ചെയ്താൽ സെലൻസ്കിക്ക് ഏതാണ്ട് കീഴടങ്ങേണ്ടി വരും. എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ ഏതാണ്ട് 1000 ദിവസം പിന്നിട്ടപ്പോൾ സെലൻസ്കി പരാജയപ്പെട്ടു. ഇനി തനിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. അതൊരു വലിയ മാരക പ്രശ്നമാണ് അവർ അഭിമുഖീകരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഈ റഷ്യക്ക് മുന്നിൽ ഈ ഉക്രൈൻ കീഴടങ്ങുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇനി നമുക്കറിയേണ്ടത്. അതല്ലെങ്കിൽ സെലൻസ്കി പറയുകയാണ് ഞാൻ പരാജയപ്പെട്ടു, ട്രംപ് പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഞാൻ നിർത്തിത്തരാം എന്ന് അദ്ദേഹം റിക്വസ്റ്റ് ചെയ്യണം. ഇപ്പം ഈ ഉക്രൈൻ പരാജയം സമ്മതിക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ ഈ പുടിന്റെ ആവശ്യം എന്ന് പറയുന്നത് ഇവർ നാറ്റോയിൽ അംഗത്വം എടുക്കരുത് എന്ന് മാത്രമായിരിക്കുമോ? അല്ല, അങ്ങനെയാണല്ലോ പറഞ്ഞത്. പക്ഷേ കീഴടങ്ങുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ തന്നെ പിടിച്ചെടുക്കാനുള്ള ശ്രമം പുടിൻ നടത്തുമോ? ഇതെന്താ സംബന്ധിച്ചിട്ട് ഡൊണാൾഡ് ട്രംപ് മധ്യസ്ഥനായിട്ട് വന്നിട്ട് പറയും യുദ്ധം നിർത്താമെന്നേ പറയൂ, ആരും കീഴടങ്ങി എന്ന് പറയില്ല. മനസ്സിലല്ലേ? പക്ഷേ നേട്ടം ഉണ്ടാകുന്നത് റഷ്യക്കാണ്. ഉക്രൈൻ്റെ 18% സ്ഥലങ്ങൾ ഇപ്പോൾ റഷ്യയുടെ കയ്യിലാണ്. ഇത് വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതിലൊരു ചർച്ചയില്ല. ഇവിടെ എവിടെ നിൽക്കുന്നു അവിടെ നിർത്തണം. മാത്രവുമല്ല ഉക്രൈന് നാറ്റോയിൽ അംഗത്വം കൊടുക്കില്ല. അതോടുകൂടി റഷ്യക്ക് എന്തായാലും ലാഭം. റഷ്യക്ക് ലാഭം. അപ്പം സെലൻസ്കിക്ക് തൽക്കാലം യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടി ട്രംപ് ഇടപെട്ട് യുദ്ധം അവസാനിപ്പിച്ചു എന്നൊന്നും വരുത്തി തീർക്കാം. അതല്ലാതെ ഉക്രൈൻ അതുകൊണ്ട് വലിയ ലാഭമൊന്നും ഉണ്ടാവില്ല. റഷ്യക്കായിരിക്കും നേട്ടം. തീർച്ചയായും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.